ഫർണസ് മെത്തേഡ് നമ്മൾ മുന്നേ പഠിച്ച ആവറേജ് ഗ്രോത്ത് ഫാക്ടർ മെത്തേഡുമായിട്ട് സിമിലർ ആണ്. അതിൽ ചില കാര്യങ്ങൾ അതിൽ മാറ്റമുണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് പറയാം. An iterative process originally developed by KP Furness. ഫർണസ് എന്ന് പറയുന്ന ആളാണ് ഡെവലപ്പ് ചെയ്തത്. ഇതും ആവറേജ് ഗ്രോത്ത് ഫാക്ടർ മെത്തേഡ് പോലെ തന്നെ ഒരു ഐറ്ററേറ്റീവ് പ്രോസസ് ആണ്. അതായത് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടേയിരിക്കണം ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നവരെ. ഓക്കെ, ഇത് എസ്റ്റിമേറ്റ്സ് ഓഫ് ഫ്യൂച്ചർ ട്രാഫിക് ഒറിജിനേറ്റിംഗ് ആൻഡ് ടെർമിനേറ്റിംഗ് അറ്റ് ഈച്ച് സോൺ ആർ റിക്വയർഡ്. ഓക്കെ, അപ്പോൾ ഓരോ പർട്ടിക്കുലർ സോണിലും ഒറിജിനേറ്റ് ചെയ്യുന്ന ടോട്ടൽ നമ്പർ ഓഫ് ട്രിപ്സും ഓരോ സോണിൽ അവസാനിക്കുന്ന അല്ലെങ്കിൽ എൻഡ് ചെയ്യുന്ന ടോട്ടൽ നമ്പർ ഓഫ് ട്രിപ്സും നമുക്ക് ഈ ഒരു മെത്തേഡിൽ ആവശ്യമാണ്. ഓക്കെ, ഇത് എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ yielding origin and destination growth factors for each zone. ഓക്കെ, അതായത് ഗ്രോത്ത് ഫാക്ടർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഓരോ സോണിൽ ഒറിജിനേറ്റ് ചെയ്യുന്ന ടോട്ടൽ നമ്പർ ഓഫ് ട്രിപ്സും അതുപോലെ തന്നെ ഓരോ സോണിൽ ടെർമിനേറ്റ് ചെയ്യുന്ന ടോട്ടൽ നമ്പർ ഓഫ് ട്രിപ്സും ആവശ്യമാണ്. ഓക്കെ, ഗ്രോത്ത് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് ഒറിജിനിലെയും ഡെസ്റ്റിനേഷനിലെയും. Traffic movements are made to agree alternatively with future traffic originating in each zone and estimated future traffic terminating in each zone until both conditions are roughly satisfied. അപ്പോൾ ഇതിൽ ചെയ്യുന്ന എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലുള്ള ഓരോ സോണിൽ നിന്ന് ഓരോ സോണിലേക്ക് പോകുന്ന ട്രിപ്പിനെ ഓക്കെ ഇപ്പം പ്രസന്റിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് ട്രിപ്സിനെ ഫ്യൂച്ചറിലുള്ളതുമായിട്ട് ഒരുപോലെ ആക്കി കൊണ്ടുവരുവാണ് ചെയ്യുന്നത്. അതിനോട് ചേർന്നുള്ള ഒരു വാല്യൂ ആക്കി കൊണ്ടുവരുവാണ് ചെയ്യുന്നത്. ഓക്കെ, ആർ മേഡ് ടു അഗ്രി ആൾട്ടർനേറ്റീവ്ലി. ഓക്കെ, അതെങ്ങനെ ആക്കി കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ ആൾട്ടർനേറ്റീവ് ആയിട്ടാണ്. ഓക്കെ, അതായത് ഇപ്പോൾ ആദ്യം കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെസ്റ്റിനേഷൻ ആണ് ആക്കി കൊണ്ടുവരുന്നതെങ്കിൽ അതിനുശേഷം ഒറിജിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിനെ ചേഞ്ച് ചെയ്യും. ആ വാല്യൂ സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ വീണ്ടും ഡെസ്റ്റിനേഷൻ, വീണ്ടും ഒറിജിൻ, അങ്ങനെ ആൾട്ടർനേറ്റീവ് ആയിട്ട് അത് ഫ്യൂച്ചറിലുള്ള ട്രാഫിക്കുമായിട്ട് അതായത് ഫ്യൂച്ചറിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് ട്രിപ്സുമായിട്ട് സെയിം ആയി വരുന്നത് വരെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അതായത് സാറ്റിസ്ഫൈ ചെയ്യുന്നത് വരെ. അപ്പോൾ ഒരു ടൈം നമ്മളിപ്പം ഗ്രോത്ത് ഫാക്ടർ കണ്ടുപിടിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഗ്രോത്ത് ഫാക്ടർ ഇപ്പൊ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഒന്നെങ്കിൽ കോളത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെസ്റ്റിനേഷന്റെ ഗ്രോത്ത് ഫാക്ടർ മാത്രമായിരിക്കും. രണ്ടാമത്തെ കേസിൽ അത് ഒറിജിന്റെ ഗ്രോത്ത് ഫാക്ടർ മാത്രമായിരിക്കും. അതായത് ഓരോ സോണിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രോത്ത് ഫാക്ടേഴ്സ് ഓക്കെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യും. അത് ഇപ്പൊ ആദ്യം നമ്മളിപ്പോൾ ഡെസ്റ്റിനേഷനിലുള്ള ഗ്രോത്ത് ഫാക്ടർ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതെങ്കിൽ ആ കണ്ടുപിടിച്ചിരിക്കുന്ന ഡെസ്റ്റിനേഷനിലെ ഗ്രോത്ത് ഫാക്ടർ ഓരോ കോളത്തിലും മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, ഇനി ഒറിജിനലിലെ ഗ്രോത്ത് ഫാക്ടർ ആണെങ്കിൽ നെക്സ്റ്റ് ഐറ്ററേഷനിൽ ഓരോ റോസിനെയും മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, ആ രീതിയിൽ ആൾട്ടർനേറ്റീവ് ആയിട്ട് ചെയ്താണ് ഈ നമ്പർ ഓഫ് ട്രിപ്സ് ഫ്യൂച്ചറിലുള്ള ട്രിപ്പുമായിട്ട് സെയിം ആക്കി കൊണ്ടുവരുന്നത്. ഓക്കെ, ട്രാഫിക് മൂവ്മെന്റ്സ് ആർ മെയ്ഡ് ടു അഗ്രി ആൾട്ടർനേറ്റീവ്ലി വിത്ത് ഫ്യൂച്ചർ ട്രാഫിക് ഒറിജിനേറ്റിംഗ് ഇൻ ഈച്ച് സോൺ ആൻഡ് എസ്റ്റിമേറ്റഡ് ഫ്യൂച്ചർ ട്രാഫിക് ടെർമിനേറ്റിംഗ് ഇൻ ഈച്ച് സോൺ അണ്ടിൽ ബോത്ത് കണ്ടീഷൻസ് ആർ റഫ്ലി സാറ്റിസ്ഫൈഡ്. ഓക്കെ, ഫ്യൂച്ചറിലുള്ള ഒറിജിനേറ്റിംഗ് ആയിട്ടും അതുപോലെ ടെർമിനേറ്റ് ആയിട്ടുള്ള ട്രിപ്പിന്റെ നമ്പേഴ്സുമായിട്ട് സെയിം ആക്കി കൊണ്ടുവരുവാണ്. എങ്ങനെയാന്ന് വെച്ചാൽ ആൾട്ടർനേറ്റീവ്ലി റോസ് ആൻഡ് കോളംസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട്. ഓക്കെ, അതെങ്ങനെയാന്നുള്ളത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ക്ലിയർ ആവും. ദ ട്രിപ്പ് ഡിസ്ട്രിബ്യൂഷൻ മെട്രിക്സ് ഫോർ ബേസ് ഇയർ ഈസ് ഒബ്റ്റൈൻഡ്. അപ്പൊ ഇതിൽ ആദ്യം നമുക്ക് ട്രിപ്പ് ഡിസ്ട്രിബ്യൂഷൻ മെട്രിക്സ് ആവശ്യമാണ്. പ്രസന്റിലുള്ള ട്രിപ്പ് ഡിസ്ട്രിബ്യൂഷൻ മെട്രിക്സ് ആവശ്യമാണ് ഈ ഒരു മെത്തേഡ് ചെയ്യാനായിട്ട്. പിന്നെ ഫ്രം ദ പ്രെഡിക്റ്റഡ് ഫ്യൂച്ചർ ഒറിജിൻ ആൻഡ് ഡെസ്റ്റിനേഷൻ വാല്യൂസ് the origin and destination growth factors are calculated for each zone. അപ്പം ഫ്യൂച്ചറിലുള്ള ഒറിജിനിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് ട്രിപ്സും ഓക്കെ അതായത് ഓരോ സോണിൽ ഒറിജിനേറ്റ് ചെയ്യുന്ന ടോട്ടൽ നമ്പർ ഓഫ് ട്രിപ്സും അതുപോലെ തന്നെ ഓരോ സോണിൽ എൻഡ് ചെയ്യുന്ന ടോട്ടൽ നമ്പർ ഓഫ് ട്രിപ്സും നമുക്ക് അവൈലബിൾ ആയിരിക്കണം. നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. ആ വാല്യൂസിന്റെ അകത്തുനിന്ന് നമ്മൾ ഒറിജിനിലുള്ളതും ഡെസ്റ്റിനേഷനിലുള്ളതായിട്ടുള്ള ഗ്രോത്ത് ഫാക്ടേഴ്സ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യും ഓരോ സോണിലെയും. ഓക്കെ, അതായത് ഓരോ സോണിലെയും ഒറിജിനിലും അതുപോലെ തന്നെ ഡെസ്റ്റിനേഷനിലും ഉള്ള ഗ്രോത്ത് ഫാക്ടേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, ഈച്ച് കോളം ഓഫ് ദ മെട്രിക്സ് ഈസ് സ്കെയിൽഡ് ബൈ അപ്രോപ്രിയേറ്റ് ഡെസ്റ്റിനേഷൻ ഗ്രോത്ത് ഫാക്ടേഴ്സ് സച്ച് ദാറ്റ് കോളംസ് ടോട്ടൽ ബിക്കം ഈക്വൽ ടു ദ പ്രെഡിക്റ്റഡ് കോളം ടോട്ടൽസ്. അതായത് ഫ്യൂച്ചറിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് ട്രിപ്സിന് ഈക്വൽ ആവുന്ന തരത്തിൽ
ഓരോ കോളത്തിനെയും, അതായത് ആ ഓരോ കോളത്തിലും അതായത് ഡെസ്റ്റിനേഷൻ ആണല്ലോ, കോളത്തിന്റെ സം എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ സോണിൽ അവസാനിക്കുന്ന ടോട്ടൽ നമ്പർ ഓഫ് ട്രിപ്സ് ആണല്ലോ. അപ്പോൾ ഓരോ കോളത്തിലുള്ള ടോട്ടൽ നമ്പേഴ്സിനെയും ഫ്യൂച്ചറിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് ട്രിപ്സിനെ ഈക്വൽ ആക്കി കൊണ്ടുവരും. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ഡെസ്റ്റിനേഷനിലുള്ള ഗ്രോത്ത് ഫാക്ടറിനെയും വെച്ചിട്ട് ഓരോ കോളത്തിനെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, കോളത്തിലുള്ള എല്ലാ ടേമുകളും, ഇപ്പം ആ ഒരു മെട്രിക്സിലുള്ള എല്ലാ ടേമുകളുമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, മൾട്ടിപ്ലൈ ചെയ്യും. അതായത് ഇപ്പം എ എന്ന് പറയുന്ന സോൺ ആണെങ്കിൽ ആ സോണിന്റെ ഗ്രോത്ത് ഫാക്ടർ ഇപ്പം നമുക്ക് 3 കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ കോളത്തിലുള്ള എല്ലാ ടേമുകളെയും, അതായത് പ്രസന്റിലുള്ള ട്രിപ്പ് മെട്രിക്സിലെ എല്ലാ ടേമുകളെയും ആ 3 എന്ന് പറയുന്ന ഫാക്ടർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. രണ്ടാമത്തെ സോൺ ബിയിലാണെങ്കിൽ ബിയിൽ ഗ്രോത്ത് ഫാക്ടർ ഇപ്പം 1.5 കിട്ടിയെങ്കിൽ ആ 1.5 വെച്ചിട്ട് ആ കറസ്പോണ്ടിങ് കോളത്തിലുള്ള മുഴുവൻ ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, ആ രീതിയിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ ടോട്ടൽ കോളംസ് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫ്യൂച്ചറിലുള്ള നമ്പർ ഓഫ് ട്രിപ്സിന് ഈക്വൽ ആയിട്ട്, ഏകദേശം ഈക്വൽ ആയിട്ട് വരുന്ന രീതിയിൽ ആയിരിക്കും. ആ രീതിയിലേക്ക് നമ്മൾ കോളത്തിനെ മാത്രം, ഓരോ കോളത്തിനെയും സെപ്പറേറ്റ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആക്കിക്കൊണ്ടുവരും. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോസിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് ട്രിപ്സ്, അതായത് ഓരോ സോണിൽ ഒറിജിനേറ്റ് ചെയ്യുന്ന ടോട്ടൽ നമ്പർ ഓഫ് ട്രിപ്സ് ഫ്യൂച്ചറിലെ ട്രിപ്സുമായിട്ട് സാറ്റിസ്ഫൈ ചെയ്യില്ല. ഓക്കെ, അതായത് എൻഡ് ചെയ്യുന്നത് ആദ്യത്തെ കോളം ഓരോ കോളത്തിന്റെയും കറസ്പോണ്ടിങ് ഗ്രോത്ത് ഫാക്ടർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഫ്യൂച്ചറിലുള്ള ട്രിപ്പുമായിട്ട്, ഫ്യൂച്ചറിലെ ടോട്ടൽ നമ്പർ ഓഫ് ട്രിപ്സുമായിട്ട് അത് സാറ്റിസ്ഫൈ ചെയ്യുമായിരുന്നു. എന്നാൽ അത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ ഒറിജിനേറ്റ് ചെയ്യുന്ന ടോട്ടൽ നമ്പർ ഓഫ് ട്രിപ്സുമായിട്ട് അത് മാച്ച് ചെയ്യില്ല. ഓക്കെ, ബട്ട് ദ റോ ടോട്ടൽസ് വുഡ് നോട്ട് മാച്ച് വിത്ത് ദ പ്രഡിക്റ്റഡ് ടോട്ടൽസ്. അപ്പൊ എന്ത് ചെയ്യും, റോയ്ക്കും ഇതേപോലത്തെ സിമിലർ പ്രൊസീജിയർ അപ്ലൈ ചെയ്യും. അതായത് റോസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഗ്രോത്ത് ഫാക്ടർ കണ്ടുപിടിച്ച് ആ ഗ്രോത്ത് ഫാക്ടർ കറസ്പോണ്ടിങ് സോണിലുള്ള ഗ്രോത്ത് ഫാക്ടേഴ്സ് അതത് റോയിൽ എന്ത് ചെയ്യും, റോയിലുള്ള എല്ലാ ടേമുകളുമായിട്ടും മൾട്ടിപ്ലൈ ചെയ്യും. അങ്ങനെ ആൾട്ടർനേറ്റീവ് ആയിട്ട്, ഓക്കെ, നമ്മൾ മുന്നേ ആവറേജ് ഗ്രോത്ത് ഫാക്ടറിൽ ആ ആവറേജ് വാല്യൂ വെച്ചിട്ട് ആ മെട്രിക്സിൽ എല്ലാ ടേമുകളെയും മൾട്ടിപ്ലൈ ചെയ്യായിരുന്നു. എന്നാൽ ഇതിൽ നമ്മൾ ഓരോ ഇപ്പൊ ആദ്യം ചെയ്യുന്നത് കോളം ആണെങ്കിൽ, ഓക്കെ, അതായത് ഡെസ്റ്റിനേഷനിലുള്ള ഗ്രോത്ത് ഫാക്ടർ ആണെങ്കിൽ ഓരോ കോളത്തിനെയും ആ ഡെസ്റ്റിനേഷനിൽ വന്നിരിക്കുന്ന ഗ്രോത്ത് ഫാക്ടറുമായിട്ട് ഓരോ കോളത്തിലുള്ള ടേമുകളെയും കറസ്പോണ്ടിങ് കോളത്തിലുള്ള ടേമുകളെ മൾട്ടിപ്ലൈ ചെയ്യും. അതിനുശേഷം നെക്സ്റ്റ് ഐറ്ററേഷനിൽ ഓരോ റോസിലും വരുന്ന ഗ്രോത്ത് ഫാക്ടറിനെ വെച്ചിട്ട് ആ മെട്രിക്സിലെ ഓരോ റോവിനെയും മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, അങ്ങനെ ചെയ്ത് എപ്പോഴാണോ ആ ഗ്രോത്ത് ഫാക്ടർ 1 ഈക്വൽ ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ അതിനോട് ചേർന്ന് വരുന്നത്, 1 അടുത്ത വാല്യൂ വരുന്നത്, അപ്പൊ നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ട് ഫ്യൂച്ചറിലുള്ള ട്രിപ്പ് ഡിസ്ട്രിബ്യൂഷന്റെ മെട്രിക്സ് എടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്കൊരു പ്രോബ്ലം ചെയ്യാം, അപ്പൊ കുറച്ചും കൂടി നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ക്വസ്റ്റ്യൻ ഇതാണ്: ദ പ്രസന്റ് ഒറിജിൻ ഡെസ്റ്റിനേഷൻ മെട്രിക്സ് ആൻഡ് ദ ഫ്യൂച്ചർ ട്രിപ്സ് ജനറേറ്റഡ് ഇൻ സോൺസ് 1, 2, 3 and 4 are given below. Distribute the number of future trips between each zone by using furnace method. Okay, നമുക്കിപ്പോൾ ഒറിജിൻ ഡെസ്റ്റിനേഷൻ മെട്രിക്സ് തന്നിട്ടുണ്ട്, കണ്ടോ, OD മെട്രിക്സ് 1, 2, 3, 4. ഓക്കെ, ഓരോ സോണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഓരോ സോണിൽ അവസാനിക്കുന്ന ട്രിപ്പുകളുടെ എണ്ണം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, അത് അവൈലബിൾ ആണ്. അത് മാത്രമല്ല, and the future trips generated in zones 1, 2, 3 and 4. ഫ്യൂച്ചറിൽ എത്രമാത്രം ട്രിപ്പ് ജനറേറ്റ് ചെയ്യുന്നു, ഓക്കെ, എത്രമാത്രം ട്രിപ്പുകൾ ഓരോ സോണിൽ അവസാനിക്കുന്നു എന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഇതിൽ തന്നിട്ടുണ്ട്. ഓക്കെ, ഫ്യൂച്ചറിൽ സോൺ 1 സ്റ്റാർട്ട് ചെയ്യുന്ന ട്രിപ്പ് 375, സോൺ 2 നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന 450, സോൺ 3 നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന 630, സോൺ 4 നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന 530. അതേപോലെ തന്നെ ഫ്യൂച്ചറിൽ സോൺ 1 എൻഡ് ചെയ്യുന്ന ട്രിപ്പ് 375, സോൺ 2 എൻഡ് ചെയ്യുന്ന ട്രിപ്പ് 450, 3 എൻഡ് ചെയ്യുന്ന ട്രിപ്പ് 630 ആൻഡ് 4 എൻഡ് ചെയ്യുന്ന ട്രിപ്പ് 530 എന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ തന്നിരിക്കുന്ന ഡീറ്റെയിൽസിന്റെ അകത്തുനിന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ട്രിപ്പ് ഡിസ്ട്രിബ്യൂഷൻ മെട്രിക്സ് ആണ് ഫ്യൂച്ചറിൽ. ഓക്കെ, ഇതുപോലെയുള്ള ഫ്യൂച്ചറിലുള്ള ട്രിപ്പ് ഡിസ്ട്രിബ്യൂഷൻ മെട്രിക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് 45ന്റെ സ്ഥാനത്ത് വേറൊരു വാല്യൂ വരും, 60ന്റെ സ്ഥാനത്ത് വേറൊരു വാല്യൂ വരും. അത് എത്രയാണെന്നുള്ളത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ മെട്രിക്സ് വരുന്നത് എന്നുള്ളത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, അതുപോലെ തന്നെ ഇതിൽ നമുക്ക് ഈ ടേമുകൾ ആഡ് ചെയ്താൽ ടോട്ടൽ ട്രിപ്സും, അതായത് പ്രസന്റ്ലി ഉള്ള ടോട്ടൽ ട്രിപ്സും നമുക്ക് അവൈലബിൾ ആണ്. അതായത് ഓരോ സോണിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നതും. ഓക്കെ, ഇത് ഓൾറെഡി ഇപ്പോൾ ഡയറക്റ്റ് തന്നിട്ടുണ്ട്. ഇൻ കേസ് തന്നില്ലെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് എടുക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ ഇത്രയും കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. നമ്മൾ എങ്ങനെയാ സോൾവ് ചെയ്യാൻ നോക്കാം. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഫസ്റ്റ് കോളത്തിന് കറസ്പോണ്ടിങ് ആയിട്ട്, അതായത് ഡെസ്റ്റിനേഷനിലുള്ള, അതായത് എൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡെസ്റ്റിനേഷനിലുള്ള ഗ്രോത്ത് ഫാക്ടേഴ്സ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് ഓരോ കോളംസുമായിട്ട്, കോളത്തിലുള്ള
ടേമുകളായിട്ട് അത് മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, ഇവിടെ നമുക്കൊരു ഡെസ്റ്റിനേഷനിൽ ഒരു ഗ്രോത്ത് ഫാക്ടർ കിട്ടിയാൽ അത് ഈ കോളത്തിലുള്ള എല്ലാ ടേമുകളായിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, അടുത്ത ഈ സെക്കൻഡ് ഡെസ്റ്റിനേഷനിൽ, അതായത് സോൺ 2-ലുള്ള ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള കോളത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഗ്രോത്ത് ഫാക്ടർ നമുക്ക് കിട്ടിയാൽ ആ കോളത്തിലുള്ള എല്ലാ ടേമുകളായിട്ടും ആ ഗ്രോത്ത് ഫാക്ടർ മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് ചെയ്യുന്നത്. അതിനുശേഷം നെക്സ്റ്റ് ഐറ്ററേഷനിൽ ഇതുപോലെ റോയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഗ്രോത്ത് ഫാക്ടർ കണ്ടുപിടിച്ച് അതത് റോയിലുള്ള ടേമുകളായിട്ട് ആ ഗ്രോത്ത് ഫാക്ടേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യും. വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. എപ്പോഴാണോ ആ ഗ്രോത്ത് ഫാക്ടർ വാല്യൂ 1 ആയിട്ട് വരുന്നത് അപ്പൊ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാണ് ചെയ്യേണ്ടത്. ഓക്കെ, സൊല്യൂഷൻ. ഇപ്പൊ ഫസ്റ്റ് ഒറിജിൻ ഡെസ്റ്റിനേഷൻ ഇപ്പൊ നമുക്ക് തന്നിരിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെ എടുത്ത് എഴുതിയിട്ടുണ്ട്. തന്നിരിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി ഇതിന്റെ അകത്ത് അഡീഷണൽ ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഡെസ്റ്റിനേഷൻ ഗ്രോത്ത് ഫാക്ടറും ഒറിജിൻ ഗ്രോത്ത് ഫാക്ടേഴ്സും എടുക്കുകയാണ്. ഓക്കെ, ഡെസ്റ്റിനേഷൻ ഗ്രോത്ത് ഫാക്ടർ എങ്ങനെ എടുക്കുക? ഡെസ്റ്റിനേഷൻ ഗ്രോത്ത് ഫാക്ടർ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ പി ഐ ബൈ സ്മോൾ പി ഐ. ക്യാപിറ്റൽ പി ഐ എന്ന് പറയുന്നത് എന്താണ്? ഫ്യൂച്ചറിലുള്ള നമ്പർ ഓഫ് ട്രിപ്സ്. സ്മോൾ ലെറ്റർ പി ഐ എന്ന് പറയുന്നത് പ്രസന്റിലുള്ള നമ്പർ ഓഫ് ട്രിപ്സ്. ഓക്കെ, ഇതിപ്പോ എൻഡ് ചെയ്യുന്ന സോൺ 1-ൽ എൻഡ് ചെയ്യുന്ന ഫ്യൂച്ചറിലുള്ള ട്രിപ്പ് 375 ആണ്, പ്രസന്റിലുള്ള ട്രിപ്പ് 265 ആണ്. അപ്പൊ ഗ്രോത്ത് ഫാക്ടർ കണ്ടുപിടിക്കാൻ 375 ബൈ 265 ചെയ്താൽ മതി. ഓക്കെ, അത് ചെയ്ത് കഴിഞ്ഞാൽ 1.42 കിട്ടും. അടുത്ത ഗ്രോത്ത് ഫാക്ടർ 450 ബൈ 320 1.41, 630 ബൈ 330 1.91, 530 ബൈ 315 1.68. അതായത് ഡെസ്റ്റിനേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രോത്ത് ഫാക്ടർ നമുക്ക് കിട്ടി. ഇനി ഒറിജിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രോത്ത് ഫാക്ടർ, ഓരോ ഒറിജിൻ സോൺ 1-ല് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രോത്ത് ഫാക്ടർ എന്ന് പറയുന്നത് 1.63 ആണ്. അതെങ്ങനെ കിട്ടി? 375 ഡിവൈഡഡ് ബൈ 230. ഓക്കെ, പ്രസന്റ്ലി അത് 230 ആണ്. അപ്പോൾ 375 ഡിവൈഡഡ് ബൈ 230 ചെയ്താൽ, അതായത് ഫ്യൂച്ചറിലെ നമ്പർ ഓഫ് ട്രിപ്സ് originating in zone 1 divided by presentile number of trips originating in zone 1 ചെയ്താൽ ഒറിജിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രോത്ത് ഫാക്ടർ ആയി 1.63. അടുത്ത സോൺ 2-ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒറിജിൻ ഗ്രോത്ത് ഫാക്ടർ എന്ന് പറയുന്നത് 450 ബൈ 385, ദാറ്റ് ഈസ് 1.17. അടുത്ത 630 ബൈ 310 2.03. അടുത്ത 530 ബൈ 3.05 1.74. അപ്പോൾ ഒറിജിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രോത്ത് ഫാക്ടർ നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, ഫ്യൂച്ചറിലെ ടോട്ടൽ ട്രിപ്സ് എണ്ണം 1985 ആണ്. ഇപ്പം ഇവിടെയുള്ള പ്രസന്റിലുള്ള ടോട്ടൽ ട്രിപ്സ് 1230 ആണ്. അപ്പൊ ഇത് നമ്മൾ ഈക്വൽ ആക്കി കൊണ്ടുവരിക വേണം. ഇതിനനുസരിച്ച് ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ആക്കുകയും ചെയ്യണം. ഓക്കെ, അതായത് ഈ വാല്യൂ 1230 എന്നുള്ളത് 1985 ആയി മാറുകയും വേണം. ഓക്കെ, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഗ്രോത്ത് ഫാക്ടർ 1 ആവുന്ന സമയത്തുള്ള ഓരോ ടേമുകളും ആണ് നമ്മൾ ഇപ്പൊ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ കാര്യം ചെയ്യാം. ഓക്കെ, അതിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഡെസ്റ്റിനേഷൻ ഗ്രോത്ത് ഫാക്ടർ കോളം സ്കെയിലിംഗ് ആണ് ഫസ്റ്റ് ചെയ്യുക. കോളം സ്കെയിലിംഗ് എന്ന് പറഞ്ഞാൽ ഓരോ കോളത്തിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രോത്ത് ഫാക്ടർ, അതായത് ഓരോ സോണിലും എൻഡ് ചെയ്യുന്ന ടോട്ടൽ നമ്പർ ഓഫ് ട്രിപ്സും, അതായത് പ്രസന്റിലെയും ഫ്യൂച്ചറിലെയും വെച്ച് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന ഗ്രോത്ത് ഫാക്ടർ ഈ മെട്രിക്സിൽ ഓരോ ടേമുകളായിട്ട്, അതായത് ഓരോ കോളത്തിലുള്ള ടേമുകളായിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇവിടെ നമുക്ക് 1.42 ആണ് സോൺ 1-ലെ ഡെസ്റ്റിനേഷൻ ഗ്രോത്ത് ഫാക്ടർ കിട്ടിയത്. അപ്പൊ നമ്മൾ ചെയ്യുക എന്താന്ന് പറഞ്ഞാൽ ഈ 1.42-നെ 45 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും, 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും, 65 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും, 55 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. അടുത്തത് ഈ 1.41-നെ 60 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും, 90, 1.41 into 75, 1.41 into 95. അടുത്ത 1.91-നെ 70, 85, 90, 85 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. അടുത്ത 1.68-നെ 55, 110, 80, 70 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ മെട്രിക്സിലുള്ള ഓരോ ടേമുകളും മോഡിഫൈ ചെയ്യും. ഓക്കെ, ഓരോ കോളത്തിലും ഗ്രോത്ത് ഫാക്ടർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് മോഡിഫൈ ചെയ്യും. ഒരു എക്സാമ്പിൾ നോക്കിയാൽ ഇവിടെ കണ്ടോ, T11 എന്ന് പറയുന്നത് 1-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 1-ൽ അവസാനിക്കുന്ന ട്രിപ്പ്, ആ വാല്യൂ 45 ആണ്. അപ്പൊ ഈ കോളത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രോത്ത് ഫാക്ടർ 1.42 ആണ്. അപ്പൊ 1.42 into 45 ചെയ്തു, അപ്പൊ 64 ആണ്. ഇനി നെക്സ്റ്റ്, അതായത് ഈ കോളം സ്കെയിലിംഗ് ചെയ്തതിന് ശേഷം വരുന്ന മെട്രിക്സിലെ വാല്യൂ ഫസ്റ്റ് 64 ആയിരിക്കും. അടുത്ത T21 എന്ന് പറയുന്നത് ഇപ്പം നിലവിൽ 100 ആണ്. 100-ന് എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം? 1.42 എന്ന് പറയുന്ന വാല്യൂ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. 100 into 1.42 is 142. അപ്പൊ ഇതായിരിക്കും നമ്മുടെ നെക്സ്റ്റ് മെട്രിക്സിൽ, അതായത് സ്കെയിലിംഗ് കോളം സ്കെയിലിംഗ് ചെയ്തതിന് ശേഷമുള്ള മെട്രിക്സിൽ കറസ്പോണ്ടിങ് 2-1-ൽ വരുന്ന ടേം. ഓക്കെ, അടുത്തത് 65-നെ 1.42 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് 92 ആവും ഈ കോളത്തിലുള്ള ടേം. അടുത്ത 55-നെ 1.42, അത് 78 ആവും. ഓക്കെ, അതുപോലെ തന്നെ ഓരോ കോളത്തിനെയും അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രോത്ത് ഫാക്ടർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ടായിരിക്കും നെക്സ്റ്റ്
കോളം സ്കെയിലിങ്ങിന് ശേഷമുള്ള മെട്രിക്സ് വരുന്നത്. ഓക്കെ, അപ്പൊ മെട്രിക്സ് ആഫ്റ്റർ കോളം സ്കെയിലിംഗ്. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള ഡെസ്റ്റിനേഷൻ ഗ്രോത്ത് ഫാക്ടർ, ഇതിപ്പോ നമ്മൾ ഇവിടെ ഒറിജിൻ ഗ്രോത്ത് ഫാക്ടർ ഇപ്പം തൊടുക വേണ്ട, ആദ്യത്തേൽ കോളം സ്കെയിലിംഗ് ചെയ്യുക. ഇവിടെ വന്നിട്ടുള്ള ഗ്രോത്ത് ഫാക്ടർ വെച്ച് ഓരോ കോളത്തിനെയും മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള റിസൾട്ടാണ് ഞാനിപ്പം ചെയ്യുന്നത്. കണ്ടോ, 45 ഉള്ള സ്ഥാനത്ത് 64 ആയി, ഇവിടെ 100 ഉള്ള സ്ഥാനത്ത് 142 ആയി, ഇവിടെ 65 ഉള്ളത് നമ്മൾ 92 ആയി, 55 ഉള്ളത് 78 ആയി, അതുപോലെ തന്നെ ഇവിടെ 60 ഉള്ളത് 84 ആയി. അതായത് കറസ്പോണ്ടിങ് ഗ്രോത്ത് ഫാക്ടറുമായിട്ട് ഓരോ ടേമുകൾ മൾട്ടിപ്ലൈ ചെയ്ത് ഡയറക്റ്റ് എഴുതിയിരിക്കുന്നതാണ് ഇവിടെ. ഓക്കെ, അപ്പം ഇതാണ് കോളം സ്കെയിലിങ്ങിന് ശേഷമുള്ള മെട്രിക്സ്. ഇനി ഇതിൽ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ റോ സ്കെയിലിംഗ് ആണ്. ഇപ്പം കോളത്തിന്റെ ചെയ്തത്, കോളത്തിന്റെ ചെയ്തപ്പോൾ നിങ്ങൾ കണ്ടോ, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഗ്രോത്ത് ഫാക്ടർ നമ്മൾ എടുക്കുമ്പോൾ അത് 1 ആയിട്ട് വരുന്നില്ല. ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ ഈ വാല്യൂസ് വെച്ച് ഞാൻ ആഡ് ചെയ്യാണ്. ആഡ് ചെയ്തിട്ട് കറന്റ്ലി, അതായത് ഫസ്റ്റ് ഐറ്ററേഷന് ശേഷമുള്ള പി ഡാഷ് ഐ എന്ന് പറയുന്ന വാല്യൂ, അതായത് ടോട്ടൽ ട്രിപ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാണ്. ഇപ്പൊ ടോട്ടൽ ട്രിപ്സ് എന്ന് പറയുന്നത് 64 പ്ലസ് 84 പ്ലസ് 134 പ്ലസ് 93 374 ആണ്. ഈ അതുപോലെ തന്നെ സോൺ 1-ൽ സോൺ 2-ൽ ഒറിജിനേറ്റ് ചെയ്യുന്ന ടോട്ടൽ ട്രിപ്പ് ഈസ് 142 പ്ലസ് 127 പ്ലസ് 162 പ്ലസ് 185 615 ആണ്. അതുപോലെ ഇവിടെ ആഡ് ചെയ്യുമ്പോൾ തേർഡ് റോ ആഡ് ചെയ്യുമ്പോൾ 504, ഫോർത്ത് റോ ആഡ് ചെയ്യുമ്പോൾ 491. അതുപോലെ ഓരോ കോളം ആഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് കോളം ആഡ് ചെയ്യുമ്പോൾ 375. അത് നിങ്ങൾ നോക്കിയാൽ മതി, ഫ്യൂച്ചറിലുള്ളതായിട്ട് സെയിം ആയിട്ടാണ് വരിക. ഓക്കെ, അതായത് അതിനോട് ചേർന്നിട്ടാണ് വരിക. കണ്ടോ, ഫ്യൂച്ചറിലുള്ളതും അതായത് പ്രെഡിക്റ്റഡ് ടോട്ടലും ഇപ്പൊ നമുക്ക് ആദ്യത്തെ ഐറ്ററേഷന് ശേഷമുള്ള ടോട്ടലും സെയിം ആയിട്ട് വരിക. കാരണം നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണ്, കോളം സ്കെയിലിംഗ് ആണ്. എന്നാൽ റോ വൈസ് നോക്കിക്കോ, റോ വൈസ് അത് സെയിം അല്ല അല്ലെ. ഇവിടെ 375 374, ഇവിടെ 450, ഇവിടെ 615, നല്ല വ്യത്യാസമുണ്ട്. അപ്പൊ റോ സ്കെയിലിംഗ് അവിടെ അടുത്ത ചെയ്യണം. ഓക്കെ, ചെയ്തിട്ട് എല്ലാ ഫാക്ടേഴ്സും 1 ആയി വരുവാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ആഡ് ചെയ്തപ്പോൾ നമുക്ക് ഫ്യൂച്ചറിലുള്ള അതേപോലെ തന്നെ ഓരോ സോണിലും എൻഡ് ചെയ്യുന്ന നമ്പർ ഓഫ് ട്രിപ്സ് നമുക്ക് കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ടത് റോയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട്, അതായത് ഒറിജിന് കറസ്പോണ്ടിങ് ആയിട്ട് ഗ്രോത്ത് ഫാക്ടർ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ ആദ്യത്തത് സോൺ 1-ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രോത്ത് ഫാക്ടർ ക്യാപിറ്റൽ പി ഐ ബൈ പി ഡാഷ് ഐ, സ്മോൾ ലെറ്റർ പി ഡാഷ് ഐ. അപ്പൊ 375 ബൈ 374 1. അടുത്തത് 450 ബൈ 615 0.73. അടുത്ത 630 ബൈ 504 1.25. അടുത്ത 530 ബൈ 491 1.08. ഇതാണ് ഒറിജിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രോത്ത് ഫാക്ടർ. ഇനി ഈ ഗ്രോത്ത് ഫാക്ടർ വെച്ചിട്ട് റോ സ്കെയിലിംഗ് ആണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിന് എക്സാമ്പിൾ ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇപ്പൊ കണ്ടോ, T21 എന്ന് പറയുന്നത് ഏതാണ്, T21 എന്ന് പറയുന്ന ടേം ഇതാണ്. ഓക്കെ, അപ്പൊ അത് ഇനി അടുത്ത, അതായത് റോ സ്കെയിലിംഗ് കഴിഞ്ഞിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് കണ്ടോ 0.73 ആണ് ഈ റോയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ സോൺ 2-ന് കറസ്പോണ്ടിങ് ആയിട്ട് ഒറിജിൻ ഗ്രോത്ത് ഫാക്ടർ. ഇപ്പൊ 142 into 0.73 ചെയ്തു, 103 ആയി മാറും ഈ കറസ്പോണ്ടിങ് പൊസിഷനിലുള്ള വാല്യൂ. അടുത്ത T22 എന്ന് പറയുന്നത് 127 ആണ്. അപ്പൊ അതിന് എന്തുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 0.73 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 93 ആയി. അടുത്തത് നെക്സ്റ്റ് ടേം T23, that is 162 into 0.73 ചെയ്യണം. അടുത്ത 185 into 0.73 ചെയ്യണം. കറസ്പോണ്ടിങ് വാല്യൂസ് 1199 135. ഓക്കെ, അതുപോലെ ഓരോ റോയിനെയും കറസ്പോണ്ടിങ് ഒറിജിൻ ഗ്രോത്ത് ഫാക്ടർ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ആദ്യത്തെ റോ മൾട്ടിപ്ലൈ ചെയ്താലോ, ഇത് 1 തന്നെയാണ് അല്ലെ. അപ്പോൾ 64 into 1 1, 64 into 1 64, 84 into 1 84, 134 into 1 134, 93 into 1 93. അപ്പൊ ഈ വാല്യൂസ് തന്നെയായിരിക്കും ഫസ്റ്റ് റോ വരിക അടുത്ത റോ സ്കെയിലിംഗിന് ശേഷം. അടുത്ത സെക്കൻഡ് റോവിനെ 0.73 വെച്ചിട്ടുള്ള വാല്യൂസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അടുത്ത തേർഡ് റോവിനെ 1.25 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അടുത്തത് ഫോർത്ത് റോവിനെ 1.08 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള റോ സ്കെയിലിംഗിന് ശേഷമുള്ള മെട്രിക്സ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, മെട്രിക്സ് ആഫ്റ്റർ റോ സ്കെയിലിംഗ്. ഓക്കെ, ഇവിടെ നോക്കിക്കോ, ഇത് കണ്ടോ, 0.73 1 ഉണ്ട്, 1 അല്ല, ഇവിടെ 1.25 ഉണ്ട്. ഇത് ഏകദേശം 1.08 ഏകദേശം 1 ആണെന്ന് തന്നെ നമുക്ക് പറയാം. എന്നാൽ ഈ രണ്ട് വാല്യൂസ് 1-നോട് ചേർന്നിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല, വീണ്ടും നെക്സ്റ്റ് ഐറ്ററേഷൻ ചെയ്യണം. അതായത് റോ സ്കെയിലിംഗ് ചെയ്തിട്ടുള്ള മെട്രിക്സും കൂടെ കൺസിഡർ ചെയ്യണം. അപ്പോൾ റോ സ്കെയിലിംഗ് ചെയ്താൽ വരുന്ന മെട്രിക്സ് ആണിത്. 64 85 134 93 103 93 119 135 115 132 215 168 84 144 175 127. ഇനിയും ടോട്ടൽ ട്രിപ്സ് ഞാൻ ആഡ് ചെയ്യാണ്. ഓക്കെ, അതായത് പ്രസന്റിലുള്ള ട്രിപ്പ് രണ്ട് ഐറ്ററേഷന് ശേഷം, അതായത് റോ സ്കെയിലിംഗിന് ശേഷം 64 പ്ലസ് 85 പ്ലസ് 134 പ്ലസ് 93 ആണ് സോൺ 1-ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടോട്ടൽ ട്രിപ്പ് കറന്റ്ലി. ഓക്കെ, അത് 375 വരും. അടുത്ത സെക്കൻഡിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന
ടോട്ടൽ പ്രസന്റ് ട്രിപ്സ് 450 വരും. ഇത് നോക്കിക്കോ, ഇത് ഏകദേശം സെയിം അല്ലെ, പ്രെഡിക്റ്റഡ് ആയിട്ട് സെയിം ആയി വന്നു. കാരണം റോ സ്കെയിലിംഗ് ചെയ്യുമ്പോൾ ഒറിജിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രിപ്പ് ഫ്യൂച്ചറിലെ ട്രിപ്പിന് ഈക്വൽ ആയിട്ട് വരും. ഓക്കെ, അതിനോട് ചേർന്ന് വരും. അടുത്ത മൂന്നാമത്തെ സോണിന് കറസ്പോണ്ടിങ് ആയിട്ട് അല്ലെങ്കിൽ തേർഡ് സോണിൽ ഒറിജിനേറ്റ് ചെയ്യുന്ന ട്രിപ്പ് 630 ആയി, ഫോർത്ത് സോണിൽ ഒറിജിനേറ്റ് ചെയ്യുന്ന 530. അതായത് ഈ ടേമുകളെല്ലാം ആഡ് ചെയ്ത് നോക്കിയാൽ മതി. 84 പ്ലസ് 144 പ്ലസ് 175 പ്ലസ് 127 530. ഓക്കെ, ഫ്യൂച്ചറിൽ അതേപോലെ തന്നെ എടുത്ത് എഴുതി. ഇനി കോളം വൈസ് ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ പ്രസന്റ് ട്രിപ്സ് അല്ലെങ്കിൽ ടോട്ടൽ ട്രിപ്സ് എന്ന് പറയുന്നത് 64 പ്ലസ് 103 പ്ലസ് 115 പ്ലസ് 84 366 കിട്ടി. ഇത് വ്യത്യാസമുണ്ട് അല്ലെ, ഇത് വീണ്ടും വ്യത്യാസം വന്നു. അടുത്തത് സെക്കൻഡ് കോളം ആഡ് ചെയ്യുമ്പോൾ 453, ഇവിടെ 450 ഫ്യൂച്ചറിൽ. തേർഡ് 642 630, ഫോർത്തില് 523, ഫ്യൂച്ചറിൽ 530. അപ്പൊ ഇതിന്റെയും ഞാൻ എന്ത് ചെയ്യാണ്, ഡെസ്റ്റിനേഷൻ ഗ്രോത്ത് ഫാക്ടർ ഫൈൻഡ് ഔട്ട് ചെയ്യാണ്. 375 by 366 1.02. ഓക്കെ, അതായത് ക്യാപിറ്റൽ AJ by സ്മോൾ ലെറ്റർ AJ. ഓക്കെ, 450 by 453, 630 by 642, 530 by 523. കറസ്പോണ്ടിങ് വാല്യൂസ് നമുക്ക് കിട്ടി. നമുക്ക് വേണമെങ്കിൽ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, ഇവിടെ സ്റ്റോപ്പ് ചെയ്താലും ഓക്കെ ആണ്. ഞാൻ ഒന്നും കൂടി ഒന്ന് ചെയ്യാണ്. ഓക്കെ, നമുക്ക് സാറ്റിസ്ഫാക്ഷൻ വരുന്നവരെ ചെയ്യാം, ഇല്ലെങ്കിൽ 1 ആവുമ്പോൾ നമുക്ക് നിർത്താം. എന്നാൽ ഇത് നമുക്ക് ഇവിടെ ആക്ച്വലി നിർത്താം കേട്ടോ. എക്സാം പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾക്ക് ഇവിടെ നിർത്താം. എന്നാൽ ഞാൻ ഒന്നും കൂടെ ഒന്ന് ചെയ്തിട്ട് വാല്യൂ എത്രയാ വരുന്നത് എന്നുള്ളത് നോക്കാൻ പോവാണ്. അപ്പം ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്താ ചെയ്യേണ്ടത്, ഈ 1.02 കറസ്പോണ്ടിങ് കോളത്തിലുള്ള ടേമുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 0.99 സെക്കൻഡ് കോളമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 0.98 തേർഡ് കോളമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 1.01 ഫോർത്ത് കോളമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പം 1.02 into 64, 1.02 into 103, 1.02 into 115, 1.02 into 84, 0.99 into 85, 0.99 into 93, 0.99 into 132, 0.99 into 144. അങ്ങനെ ഓരോ കോളത്തിലെ ടേമുകൾ കറസ്പോണ്ടിങ് ഗ്രോത്ത് ഫാക്ടർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട്, അതായത് കോളം സ്കെയിലിംഗ് കഴിഞ്ഞതിന് ശേഷമുള്ള മെട്രിക്സ് എന്ന് പറയുന്നത് ഇതായിരിക്കും. ഓക്കെ, മെട്രിക്സ് ആഫ്റ്റർ കോളം സ്കെയിലിംഗ്. ഓക്കെ, OD മെട്രിക്സ്. ഇതിൽ നിങ്ങൾക്ക് കാണാം മെട്രിക്സ് ഇങ്ങനെയായി മാറി. 65, 84, 131, 94, 105, 92, 117, 136, 117, 131, 211, 170, 86, 143, 171, 128. ഓക്കെ, ഈ ടോട്ടൽ ട്രിപ്സ് ഒന്ന് ആഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് 374 കിട്ടും. ഓക്കെ, ഇത് പോയിന്റ്സ് വരുന്നുണ്ട് വാല്യൂല് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, റൗണ്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഓക്കെ, റൗണ്ട് ചെയ്തെടുത്താൽ മതി, അല്ലെങ്കിൽ പോയിന്റ്സ് എടുത്താലും കുഴപ്പമില്ല, റൗണ്ട് ചെയ്തെടുത്താൽ മതി. ഓക്കെ, അടുത്തത് 450 ആണ് ഇവിടെ വരുന്ന ടോട്ടൽ ട്രിപ്സ് അല്ലെങ്കിൽ പ്രസന്റിലെ ട്രിപ്സ്. അപ്പോൾ നെക്സ്റ്റ് തേർഡ് സോണിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒറിജിനേറ്റ് ചെയ്യുന്ന ട്രിപ്പ് 629, ഫോർത്ത് സോണിന് 528. ഓക്കെ, അത് പ്രഡിക്റ്റഡ് ട്രിപ്സ് അല്ലെങ്കിൽ ഫ്യൂച്ചറിലെ ട്രിപ്പുമായിട്ട് ഏകദേശം സെയിം ആണ് അല്ലെ. 374, 375, 450, 450, 629, 630, 528, 530. അതുപോലെ ഇവിടെ ടോട്ടൽ വരുന്നതും കോളം ആഡ് ചെയ്ത് കഴിഞ്ഞാലും കോളം സ്കെയിലിംഗിന് ശേഷം ഓൾമോസ്റ്റ് സെയിം ആണ്. 373, 450, 630, 528. ഓക്കെ, അത് തന്നെയാണ് ഫ്യൂച്ചറിലും വരുന്നത്. ഇനി ഇപ്പൊ നമ്മൾ ചെയ്തത് കോളം സ്കെയിലിംഗ് ആണ്. ഇനി റോ സ്കെയിലിംഗ് ചെയ്യുന്നതിന് വേണ്ടി ഗ്രോത്ത് ഫാക്ടർ എടുക്കണം. ഇപ്പൊ ഗ്രോത്ത് ഫാക്ടർ എടുത്ത് നോക്കാം. എടുക്കുമ്പോൾ എല്ലാ വാല്യൂസും 1 ആ വരുന്നത്. 375 by 374, that is 1.00 സംതിങ് വരും. അടുത്തത് 450 by 451, 630 by 629, അത് 1.00 സംതിങ് 1 തന്നെയാണ്. അടുത്ത 530 by 528, അത് 1 തന്നെ കിട്ടി. അപ്പോൾ നമുക്ക് ഇവിടെ കറസ്പോണ്ടിങ് ഗ്രോത്ത് ഫാക്ടർ 1 ആയിട്ട് കിട്ടിയതുകൊണ്ട് നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, iterative process is continued till the growth factors almost reach unity or the user reaches his or her desired level of satisfaction. അപ്പൊ നമുക്ക് 1 ആയതുകൊണ്ട് നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഈ മെട്രിക്സ് ആയിരിക്കും ഈ കാണുന്ന കറസ്പോണ്ടിങ് 1, 2, 3, 4 കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സ് ആയിരിക്കും നമ്മുടെ ഫ്യൂച്ചറിലുള്ള ഒറിജിൻ ഡെസ്റ്റിനേഷൻ മെട്രിക്സ്. അപ്പൊ നമ്മുടെ ആൻസർ ആയി. ഫൈനൽ ആൻസർ ഈസ് ഫ്യൂച്ചർ ട്രിപ്പ് ഡിസ്ട്രിബ്യൂഷൻ മെട്രിക്സ് ഈസ് OD 65, 84, 131, 94. ഓക്കെ, അടുത്തത് 105, 92, 117, 136, 117, 131, 211, 170, 86, 143, 171 and 128. ഓക്കെ, അപ്പൊ നമ്മുടെ പ്രോബ്ലം ഇവിടെ കംപ്ലീറ്റ് ആയി. ഓക്കെ, അതായത് റോ സ്കെയിലിംഗും കോളം സ്കെയിലിംഗും ഓക്കെ, അത് ആൾട്ടർനേറ്റീവ് ചെയ്തുകൊണ്ടാണ് നമ്മളിവിടെ
ആ ഗ്രോത്ത് ഫാക്ടർ യൂണിറ്റിയിലേക്ക് കൊണ്ടുവരുന്നത്. ഫസ്റ്റ് കോളം സ്കെയിലിംഗ് വെച്ച് സ്റ്റാർട്ട് ചെയ്യും. കോളം സ്കെയിലിംഗ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ആ കോളത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെസ്റ്റിനേഷൻ ഗ്രോത്ത് ഫാക്ടർ കണ്ടുപിടിച്ച് ഓരോ കോളമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. എന്നിട്ട് അടുത്തത് എന്ത് ചെയ്യും, അതിലുള്ള റോസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒറിജിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രോത്ത് ഫാക്ടർ കണ്ടുപിടിച്ചിട്ട് ആ ഗ്രോത്ത് ഫാക്ടറിന് ഓരോ റോ വൈസ് മൾട്ടിപ്ലൈ ചെയ്യും. അങ്ങനെ ചെയ്ത് വരുമ്പോൾ കറസ്പോണ്ടിങ് ഗ്രോത്ത് ഫാക്ടേഴ്സ് ഓരോ സ്റ്റെപ്പിലും നമ്മൾ എടുക്കും. ഓക്കെ, അങ്ങനെ എടുക്കുന്ന ഗ്രോത്ത് ഫാക്ടർ എപ്പോൾ 1 ആവുന്നു അവിടെ സ്റ്റോപ്പ് ചെയ്യും, 1 ചേർന്ന് വരുന്ന അവിടെ സ്റ്റോപ്പ് ചെയ്യും. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സ് എടുത്താൽ അതായിരിക്കും നമ്മുടെ ഫ്യൂച്ചറിലുള്ള ട്രിപ്പ് ഡിസ്ട്രിബ്യൂഷൻ മെട്രിക്സ്.